നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ഒബ്ജക്റ്റീവ് ഓഫ് ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോൾ. The basic objective of budgeting and budgetary control is to achieve the objective of management. Okay. Then subsidiary objectives are summarized as below. Alone to coordinate the activities of different department of an organization. ബജറ്റും ബജറ്റിങ്ങും അല്ല ബജറ്ററി കൺട്രോളും ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞാൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് എയും ബിയും സിയും 3 ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് ആസ്പെക്ട്സ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ എന്ത് ചെയ്യുക ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുക. Then to reduce uncertainties, നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺസർട്ടനിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളിപ്പോ ഒരു ടൂർ പോവുകയാണെങ്കിൽ നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ഒരു റിക്വയർമെന്റ് ഒരു മെഡിസിൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു മെഡിക്കൽ റിക്വയർമെന്റ്സ് ഒക്കെ വരുന്നത് അതിനുള്ള പ്രീ പ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ യാത്രയിൽ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ആക്സസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലെ. ഇപ്പൊ ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. സോ then to direct individuals and department to achieve goals. ഇൻഡിവിജ്വൽസിനെ ഡയറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഗോൾ അച്ചീവ് ചെയ്യാനും. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ടാർഗറ്റ് തന്നിരിക്കുന്നത്, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത്ര അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ആളുകളെ എന്ത് ചെയ്യും നമ്മൾ ടാർഗറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലും. Then to plan and control income and expense so as to attain the maximum profitability. Suppose you have a job and receiving salary of 25,000. Then this is a person A and this is Mr. B earning 20,000. Okay, എത്രയാണ് ഇയാളുടെ സാലറി? 20,000. ഇയാളുടെ സാലറി എത്ര? 25. ആരാണ് കൂടുതൽ ഏൺ ചെയ്യുന്നത്? 25,000. Okay, but here his expense will be 17,000. So the സേവിങ്സ് അല്ലെങ്കിൽ റെസ്റ്റ് എമൗണ്ട് എത്ര ഇരിക്കും? 8,000. Then he can limit his expense to 10,000. Then what would be the savings? 10,000. So ഇവിടെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഏർണിങ്സ് നെറ്റ് എഫക്റ്റ് ഉണ്ടാക്കാൻ ആർക്ക് പറ്റി? ബിക്ക് പറ്റി അല്ലേ. ബിക്കോസ് he can plan the expense. Plan and control income and expense so as to attain maximum profitability. Then to fix the responsibility of various individuals in the organization. ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്തമൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. Then to direct the capital expenditure in most profitable manner. എന്താ capital expenditure എന്ന് പറഞ്ഞാൽ? capital expenditure ആണ്. ക്യാപിറ്റൽ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ഫിക്സ്ഡ് അസറ്റ്സ് അല്ലെ. നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 20,000 സാലറിയിലേക്ക് കടന്നു. ഓക്കെ, നിങ്ങളെ കയ്യിൽ ഫോർ എക്സാമ്പിൾ ഒരു 4 lakh rupees ഇപ്പൊ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കയ്യിൽ 4 lakh rupees ഉണ്ട്. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, എത്ര രൂപയാണ്? 20,000 ആണ് പെർ മന്ത് കിട്ടുന്നത്. നിങ്ങൾ ഒരു കാർ പർച്ചേസ് ചെയ്യും. 4 lakhന് ഒരു കാർ കിട്ടുന്നിരിക്കാം, സെക്കൻഡ് ഹാൻഡ് കാർ, യൂസ്ഡ് കാർ വാങ്ങാണ്. അപ്പം അത് വാങ്ങുന്ന ഡിസിഷൻ, കാരണം നിങ്ങൾ വാങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് അതിന് എന്തുണ്ട്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഡെയിലി 30 കിലോമീറ്റർ എന്ത് ചെയ്യണം? യാത്ര ചെയ്യാറുണ്ട് കാർ വാങ്ങി. ഓക്കെ, എന്ന് പറഞ്ഞാൽ പെർ ഡേ ഒരു 200 അല്ലെങ്കിൽ 250 കോസ്റ്റ് വരും. എത്ര ഒരു 250 കോസ്റ്റ്. അപ്പൊ നമ്മള് 30 ദിവസങ്ങളിൽ എത്ര വരും? 7,500 അല്ലെ. എത്ര വരുന്നുണ്ട്? 7,500. അപ്പൊ നിങ്ങൾ ആകെ എത്രയുള്ളൂ? 20,000 ഇൻകുള്ളൂ. അതില് ഫ്യൂവലിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യണം? 7,500 സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഞാൻ ഇപ്പൊ നടത്തണോ? പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നിരിക്കുക. 4 lakhന് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കമ്പനിയിലോ ഷെയറിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ 20% റിട്ടേൺ ഉണ്ടെന്ന് ഇരിക്കാം. ഓക്കെ, 20%. അപ്പം എത്ര വരും? ഇതിന്റെ 10% എത്ര വരും? 40,000. 40 20% എന്ന് പറഞ്ഞാൽ 80,000. 80,000 ഒരു വർഷത്തിലാണ് അല്ലെ. അപ്പൊ 80,000 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? എന്തായാലും ഒരു ഈ പറഞ്ഞ ഏകദേശം 7 to 8,000 ഇത് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ടോട്ടൽ ഇൻകം എത്ര? 20 + 7 27 ആയിട്ട് കൂടും. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻകം ഉണ്ടാകുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണോ നല്ലത്?
ഇൻകം ഉണ്ടാകുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ടു ഡയറക്ട് ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ദി മോസ്റ്റ് പ്രോഫിറ്റബിൾ മാനർ. ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെങ്കിൽ, അല്ലെ, ഞാനിപ്പോ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെങ്കിൽ നമ്മൾ അത് ചെയ്യണം. അതുകൊണ്ടാണ് പല ആളുകൾ എന്ത് ചെയ്യുന്നത്, വീടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുന്നത് എന്താണ്, ഒരിക്കലും റിട്ടേൺ ഇല്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ അതിനെ വെക്കുവോ? ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അല്ലെ. അപ്പൊ നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ ഏൺ ചെയ്ത മുഴുവനും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വീടിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. Then to improve the operational efficiency of the department and cost center. Operational efficiency improve and help. To eliminate waste of all kinds of, improve economy and efficiency. Okay. Then to ensure that sufficient working capital is available for the efficient operation of the business. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള എന്തുണ്ടാവും, വർക്കിംഗ് ക്യാപിറ്റൽ അവൈലബിൾ ആയിരിക്കും. Then to provide yardstick against which actual result can be compared. നമുക്ക് ഒരു ബജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ആക്ച്വൽ റിസൾട്ടിനെ കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യും ഔട്ട് ഓഫ് 100? ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ കമ്പയർ യുവർ ആക്ച്വൽ റിസൾട്ട് വിത്ത് ബജറ്റ്. നിങ്ങൾ വാങ്ങിയത് 60 ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അത് എത്തിയിട്ടില്ല, നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യണം, നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താം. Then to provide, okay, then to show the management where action is needed to correct inefficiency. To show the management where action is needed to correct inefficiency. So ഇവിടെ നോക്കിയാൽ നിങ്ങൾ 75 ടാർഗറ്റ് ചെയ്തിട്ട് 60 എത്തിയിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആക്ഷൻ എടുക്കേണ്ടതുണ്ട്, പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത്തരം പോയിന്റ്സ് ആര് കൊടുക്കുന്നു, മാനേജ്മെന്റിന് കൊടുക്കുന്നു. ക്ലിയർ ആണോ?